ഞാനിങ്ങനെ റീസെൻ്റായിട്ട് സാരി ഡ്രിപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സാരി ഡ്രിപ്പിംഗ് വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആക്ച്വലി ഇപ്പം ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ സാരി ഡ്രേപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരു പ്രോപ്പർ ഒരു നീറ്റ് വേ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിന് വേണ്ടിയിട്ട് സാരി ആ ഒരു ഡിസൈനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉടുക്കുന്ന സാരിയാണ്. അപ്പോൾ അതിൻ്റേതായ നീറ്റ്നെസ് ഇല്ല. അല്ലാതെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഉടുക്കേണ്ടത്, ആ രീതിയാണ്, അതിനൊക്കെ അതിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ ഉടുക്കാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ ഉടുക്കുന്നതിന് ഞാൻ സാധാരണ നമ്മളൊരു ടൈം എടുത്ത് ഉടുക്കുന്നതിൻ്റെ അത്ര ഒരു നീറ്റ്നെസ് ഇല്ലയെന്നും എനിക്കറിയാം. സാധാരണ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് സാരീസൊക്കെ ഉടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഫോളൊക്കെ കറക്റ്റായിട്ട് വീഴാൻ വേണ്ടിയിട്ടൊരു 10 ടേക്കൊക്കെ പോകും. അതിലൊരെണ്ണമായിരിക്കും കറക്റ്റ് ആവുന്നത്. അങ്ങനെ കുറച്ച് സമയം പോകാറുണ്ട്. അല്ലാതെ നമ്മൾ നീറ്റായിട്ട് അയൺ ചെയ്തൊക്കെ ഉടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ട്രിക്സൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്കർട്ട് കറക്റ്റായിട്ട് കെട്ടുക എന്നുള്ളതാണ്. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് കെട്ടുക. ചിലർക്ക് ബെല്ലി ബട്ടന് താഴെ ഉടുക്കുന്നതായിരിക്കും കംഫർട്ട്, ചിലർക്ക് അതിന് മുകളിലായിരിക്കും. നമ്മൾ എങ്ങനെയാണോ, നമുക്ക് എങ്ങനെ ഇരുന്നാലും നിന്നാലും നടന്നാലും ഒക്കെ നല്ല കംഫർട്ടായിട്ട് എപ്പോഴാണോ ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എവിടെ കെട്ടുമ്പോഴാണോ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ കെട്ടുക. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ ബ്ലൗസുകളെ കുറിച്ചിട്ട്. എൻ്റെ ബ്ലൗസുകളൊക്കെ കൂടുതലും ഞാൻ തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇതുപോലത്തെ സ്ലീവ്ലെസ് ബ്ലൗസുകളൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും കിട്ടും കേട്ടോ. അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കളേഴ്സ് മേടിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പല തവണയായിട്ട് റീസ്റ്റൈൽ ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര തവണയാണ് ഞാൻ ഒരു ബ്ലൗസ് പല സാരികളോടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ വേണ്ടവർക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇനി നമുക്ക് സാരി ഉടുക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളെ പറയാം. അതായത് നമ്മൾ സാരി എപ്പോഴും ഉടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വലത് ഭാഗത്തു നിന്നാണ്. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലാണ് നമ്മുടെ പല്ലു എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് സാരിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് വലത് സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, അതായത് പല്ലുവിൻ്റെ പോർഷനിലായിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ഈ സാരി എങ്ങനെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അത് ഒറ്റ ലെയറായിട്ട് മടക്കി ഉള്ളിലോട്ട് വയ്ക്കുന്നതിന് പകരം ഇതുപോലെ എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിലോട്ടൊന്ന് മടക്കി ബാക്കിലോട്ട് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതില്ലേ, അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങി താഴ്ന്ന് അങ്ങനെ വരും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും സെയിം രീതിയിൽ ചെയ്യണം. പിന്നെ നമ്മൾ ചെരുപ്പിട്ടിട്ട് സാരി ഉടുക്കുന്നതായിരിക്കും ബിഗിനേഴ്സിന് നല്ലത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടുമ്പോഴത്തേക്കും പൊക്കം കുറഞ്ഞും ഇറങ്ങിയും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് നമുക്ക് സാരി ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി എടുക്കേണ്ട രീതിയാണ്. അത് എപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകും. ആദ്യമായിട്ട് ഉടുക്കുമ്പോഴത്തേക്കും താഴത്തെ ബോർഡർ ആയിരിക്കും മുകളിൽ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ വെച്ചാണോ നമ്മൾ ടക്കിങ് ചെയ്യുന്നത് ആ പോർഷനിൽ നിന്ന് തന്നെ പിടിച്ച് നമ്മുടെ പല്ലു പോർഷൻ വരെ കൊണ്ടുവരിക. എന്നിട്ട് അതിനൊരു പ്ലീറ്റായിട്ട് മൊത്തത്തിൽ എടുത്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു റൗണ്ട് നമ്മളിങ്ങനെ ചുറ്റിയതിന് ശേഷം ആ പല്ലു പോർഷൻ നമ്മുടെ ഷോൾഡറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ലെങ്ത്ത് കറക്റ്റാക്കി നോക്കുക. പല്ലു എത്രത്തോളം നീളം വേണം എന്നുള്ളത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ വൺ സൈഡാണ് ഇടുക എന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റ പ്ലീറ്റാണ് ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങ് ലെങ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തറയിൽ കൂടെ കിടന്ന് ഇഴയും സാരി. അപ്പോൾ അത് നമ്മൾ വൺ പ്ലീറ്റായിട്ട് ഇട്ട് തന്നെ നോക്കണം നമ്മുടെ ലെങ്ത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു ഹിപ്പ് പോർഷൻ്റെ സൈഡിൽ നമുക്ക് പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഷേപ്പിനിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പറ്റുന്നതും നമ്മുടെ വലത് ഭാഗത്ത് തുടരെ അടുപ്പിച്ച് പിൻ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ സെൻറ്റർ പോർഷനിൽ ആ ഒരു ഭാഗത്താണെങ്കിലും പിൻ ചെയ്യുക. അതുപോലെ പിൻ ചെയ്യുമ്പോഴത്തേക്കും ആ പിന്ന് നമ്മുടെ ആ ഒരു ബോർഡറിൻ്റെ അടുപ്പിച്ച് തന്നെ ചെയ്യുക കേട്ടോ. കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറ്റി പിൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മലർന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ പിൻ ചെയ്യുന്നത് നമ്മൾ അണ്ടർസ്കർട്ടിനോട് ചേർത്ത് തന്നെ പിൻ ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസായി പോകും. അതുപോലെ ഈ അറ്റത്ത് പിൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് അത് അവിടെ നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് സെൻറ്റർ പ്ലീറ്റ് എടുക്കാം. സെൻറ്റർ പ്ലീറ്റ് എടുക്കുന്നത് നമ്മൾ എവിടെ നിന്നാണോ പിൻ ചെയ്തത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പോർഷൻ വിട്ടിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ ചേർത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവസാനത്തെ പ്ലീറ്റ് കുറച്ച് വീതി കൂട്ടിയെടുക്കും. അതാകുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ബാലൻസ് ബാക്കിലോട്ട് ടക്കിൻ ചെയ്ത് വെക്കേണ്ടി വരത്തില്ല. ആ വീതി കൂടിയ പ്ലീറ്റിനകത്ത് ചെറിയ പ്ലീറ്റുകൾ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രണ്ടിലെ പ്ലീറ്റ് കുറച്ചൊന്ന് വീതിക്ക് എടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ് എടുത്തതിന് ശേഷം അകത്തുള്ള ലാസ്റ്റ്, അതായത് ആദ്യം നമ്മൾ എടുത്ത പ്ലീറ്റ് ഉണ്ടല്ലോ അതങ്ങ് അകത്തോട്ട് വിട്ടു കൊടുക്കും.
ഇങ്ങനെ ഇളക്കി വിട്ടു കൊടുക്കും. അപ്പോഴത്തേക്കും അതിങ്ങനെ നല്ലതുപോലെ ഒതുങ്ങി അകത്തോട്ട് നിൽക്കും. അതിങ്ങനെ ഇളകി വരത്തൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ പ്ലീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു പിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പല്ലു സെറ്റ് ചെയ്യാം. 1 പ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിൽ പിൻ ചെയ്യാം കേട്ടോ. അതിവിടെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനിൽ, അതായത് നമ്മുടെ വലത് സൈഡിൽ ആംപിറ്റിനോട് ചേർന്ന് ആ ബോർഡർ വരുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ പല്ലു സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ആ ഫ്രണ്ട് പോർഷനൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലർക്ക് അത്രയും വിസിബിളായിട്ട് ഫ്രണ്ട് ആ ഒരു ബ്രസ്റ്റിൻ്റെ അവിടെ ഒന്നും കാണുന്നത് താല്പര്യമില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. പക്ഷേ കാണാൻ കുറച്ചുകൂടെ ഭംഗി അതാണ്. ഇനി നമുക്ക് ആ സൈഡിലെ ഹിപ്പ് പോർഷൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ അവിടുത്തെ പ്ലീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ 1 പ്ലീറ്റ് ആണ് ഇടുന്നുണ്ടെങ്കിൽ അത്ര വിസിബിളായിട്ടൊന്നും അത് കാണാൻ പറ്റത്തില്ല, പ്ലീറ്റ് ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പോഴത്തേക്കും. എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിച്ച് വെക്കുക കേട്ടോ. ഞാനിങ്ങനെ 1 പ്ലീറ്റ് അല്ല ഇടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പല്ലു നല്ലതുപോലെ ഞൊറിയെടുത്ത് പ്ലീറ്റ്സൊക്കെ എടുത്തിട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡ് പോർഷനിലെ പ്ലീറ്റ് എടുക്കുന്നതിനും വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അവിടെയും കുറച്ചുകൂടെ പ്ലീറ്റുകൾ ആഡ് ചെയ്യും. അതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിട്ട് വരുന്നത്. ഇതിപ്പോൾ 1 പ്ലീറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്ലീറ്റിലേക്ക് പോകാം. സാരി എന്ന് പറയുമ്പോഴേ കുറേ പ്ലീറ്റ്സ് ആണല്ലോ. ഈ ഒരു പ്ലീറ്റ് എടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും നമുക്ക് സാരി ഉടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ എപ്പോഴും ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു പ്ലീറ്റ് എടുത്ത് വയ്ക്കുന്നത്. അതായത് നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക. അപ്പോഴത്തേക്കും നല്ല ഫ്രണ്ട് പ്ലീറ്റ് നല്ല നിവർന്ന് കിടക്കും. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഞൊറികൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതിങ്ങനെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ശരിയാവുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും ശരിയാവണവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ചെയ്ത് എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്കാണ് എനിക്കിത് കറക്റ്റായിട്ട് വന്നത്. ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ ഇടത് സൈഡിൽ അവിടെ നിന്ന് പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ. പിൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല പിൻ എടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തത് ഒരു വളഞ്ഞ് നിൽക്കുന്ന ഒരു പിന്നാണ്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വന്നില്ല ലാസ്റ്റ് പിൻ ചെയ്യുമ്പോഴത്തേക്കും. ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് എടുത്തുള്ള ഗുണം എന്ന് പറയുന്നത് ഒന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. 2 വണ്ണം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം വണ്ണം തോന്നിക്കത്തില്ല, കുറച്ച് ഒതുങ്ങി തന്നെ നിൽക്കും. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. ഇങ്ങനെ 1 പ്ലീറ്റ് ഇട്ട് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് പെട്ടെന്ന് സാരി ഉടുക്കാനും അതായത് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞ് ചെയ്യാനൊക്കെ പറ്റുന്നത്. എനിവേ ഈ സാരിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മുടെ സ്റ്റോറിലുള്ള സാരിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒതുക്കമുള്ള സാരികൾ നോക്കി മേടിക്കുക കേട്ടോ. അതായത് നല്ല ബോഡി ഹഗിങ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ നോക്കി വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അതിനോടൊരു വെറുപ്പ് വരും, നമുക്കത് ഉടുക്കാനും ഒട്ടും തോന്നത്തില്ല. പിന്നെ മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരും പറയും ഒതുക്കമുള്ള സാരികൾ അങ്ങനെ ഉടുക്കരുത്, തീരെ മെലിഞ്ഞത് കണക്ക് തോന്നും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാനൊരു മെലിഞ്ഞ ആളാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര ഇങ്ങനെ പടാന്ന് നിൽക്കുന്ന സാരികൾ ഉടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കംഫർട്ട് നോക്കിയും ഒക്കെ സാരി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇതൊരു ലോങ് ഫോർമാറ്റിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ കാര്യങ്ങൾ ശ്രമിച്ചിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് എന്നാണ് എൻ്റെ ലോങ് വീഡിയോ ഇടുക എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.